ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള പപ്പടം കൊണ്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വഴിയേ പറയാം. ഞാൻ ആദ്യം ഒരു 8 പീസ് പപ്പടം എടുത്തിട്ടുണ്ട്. 8 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും പപ്പടം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടുകൂടെ പൊരിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. എന്താണെങ്കിലും ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പരന്ന പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പപ്പടം എടുത്തേക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മളുടെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഫോളോ ചെയ്തേക്കുമ്പോൾ സീ ഫെസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതാകുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പപ്പടമൊക്കെ ഒരുപാട് മൊരിച്ചൊന്നും കളയണ്ട. അപ്പോൾ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു 10-12 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് 1-2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി ആട്ടോ, ചെറിയ പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 3-4 അപ്പോൾ ഇനി വറ്റൽമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം ഒന്ന് വഴറ്റി ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അതൊന്ന് തണുക്കണം കേട്ടോ. തണുത്തിട്ട് വേണം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തണുത്തൊക്കെ വരട്ടെ. ആ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളിയാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ കൂടെ നമ്മളുടെ ആ നേരത്തെ വഴറ്റി വെച്ച ആ ഉള്ളിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, പപ്പടം അല്ലേ, അതുകൊണ്ട് ഉള്ളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പിട്ടാൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചേർക്കാണേ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം. ഒരുപാട് അരഞ്ഞിട്ടൊന്നും പോകണ്ട കേട്ടോ, ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചില്ലേ, ആ പപ്പടവും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ പപ്പടം നമ്മൾ മുഴുവനായിട്ട് പൊരിച്ചതാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ചമ്മന്തി പരുവത്തിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചോറിനും കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കണ്ടവരെ ടേക്ക് കെയർ. ബൈ.